രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. അതിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കും. അജീഷ് ജയകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. അജീഷ്, സാധാരണഗതിയിൽ SIR എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് കേൾക്കുമ്പോൾ അതിൽ നെഗറ്റീവായി ഒന്നും കാണേണ്ടതില്ല, അത് പോസിറ്റീവാണ്. പക്ഷേ ബീഹാറിന് ശേഷം അവിടെ 65 ലക്ഷം പേരെ ഒഴിവാക്കി എന്നുള്ള വാർത്ത, അല്ലെങ്കിൽ അതിൽ പലരും മരിച്ചുപോയി എന്ന് പറഞ്ഞവർ സുപ്രീം കോടതിയിൽ ജീവനോടെ ഹാജരാകുന്ന സാഹചര്യം, ABCDFGH എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അഡ്രസ്സ്, അല്ലെങ്കിൽ കുത്തുങ്ങോമയുള്ള വീട്ടുപേര്, വ്യാജ വോട്ടുകൾ, കള്ളവോട്ടുകളുടെയൊക്കെ ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വരുമ്പോഴാണ് SIRൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് രാജ്യവ്യാപക SIRനെ പറ്റി ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്? ഉണ്ടാവാനിടയുള്ള ആശങ്കകൾ ഉറപ്പായി ഉണ്ട്. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് അജീഷ്? ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യവ്യാപക SIR നടപ്പിലാക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ജൂണിൽ തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. 24/6/2025 ഇത് സംബന്ധിച്ച് ഒരു പ്രാഥമിക നടപടികൾ തുടങ്ങാൻ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ആദ്യമായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കത്തയക്കുന്നു. അതിനുശേഷം 7/5/2025 അതിന് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കത്തയക്കുകയുണ്ടായി. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കായിരുന്നു അന്ന് കത്തയച്ചത്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പുരോഗതി വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മാസം 10-ാം തീയതി ഡൽഹിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെയും ഡൽഹിയിൽ എത്തിച്ചതിന് ശേഷം ഒരു യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് എന്തൊക്കെ പ്രാഥമിക നടപടികളാണ്, മുന്നൊരുക്കങ്ങളാണ് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.